ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫ്രീലാൻഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എഡിറ്റ് ചെയ്യാവുന്ന ഒരു ഫോട്ടോ ഒരു ബൾബ് ഉപയോഗിച്ചാണ് ഇന്ന് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു ബൾബാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് എങ്ങനെ ഒരു ഫിഷിനെ ആഡ് ചെയ്യാൻ നോക്കാം. ഫിഷിനെ നേരെ പിടിച്ചുകൊണ്ട് ആഡ് ചെയ്യല്ല. അതിനായിട്ട് നമ്മൾ നേരത്തെ തന്നെ ഒരു PNG ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ഒരു ഇമേജ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബൾബിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ബാക്കിലെ വശമൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ കുറച്ച് വെള്ളം നിറയ്ക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബൾബിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. അടിയിലെ ഭാഗങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൾബൊന്ന് അകത്തൊന്ന് വൃത്തിയാക്കി എടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം എടുത്ത് നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബൾബ് നമ്മളെ കയ്യിൽ പിടിക്കുന്ന ഒരു ഫോട്ടോ എടുക്കണം. അതാണ് മെയിൻ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ ഒരു ഫോട്ടോ എടുക്കാം. അപ്പോൾ ആ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു ഫോട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് സ്നാപ്സീഡിലാണ്. സ്നാപ്സീഡിൽ നമ്മൾ നേരത്തെ തന്നെ ഒരു ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി എടുത്തൊരു ഫോട്ടോയാണ്. ഇനി നമുക്കിത് ബ്ലർ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ലെൻസ് ബ്ലറിൽ ക്ലിക്ക് ചെയ്ത് ആ പോയിന്റ് ഒന്ന് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ബ്ലർ സ്ട്രെങ്ത് ഒന്ന് കൂട്ടി കൊടുക്കാം. ഇത് മതിയായിരിക്കും. എന്നിട്ട് സേവ് കൊടുക്കുക. ഇനി ആ സൈഡിലെ പോർഷൻ ഒന്ന് ഹീൽ ചെയ്ത് കളയാം. അതിനായിട്ട് ഹീൽ എന്ന ഓപ്ഷൻ എടുത്ത് ഒന്ന് മൂവ് ചെയ്യുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഒരു പിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെ കയ്യിലൊരു ബൾബ് പിടിച്ചിരിക്കുന്ന ഒരു പിക്കാണ്. നമ്മളെ ഫോണിലെടുത്ത പിക്ക് തന്നെയാണ്. ഓക്കെ, അത് ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, സേവ് കൊടുക്കുക. ഇനി മുകളിലൊരു ലെയർ കാണുന്നുണ്ട്. ഈ മുകളിലത്തെ ലെയറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. UX കൊടുക്കുക. അതിൽ ബ്രഷ് ടൂൾ കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എറേസ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് വേണ്ട പോർഷൻസ് എല്ലാം ഒന്ന് ബ്ലർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ അതിലൊരു ഫിഷിനെ ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച PNG ഇമേജ് അതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കറക്റ്റ് പോർഷനിലൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് സേവ് ഒപ്പാസിറ്റി കൂട്ടിയിട്ട് സേവ് കൊടുക്കുക.
നമ്മൾ ആ വ്യൂസിൽ ക്ലിക്ക് ചെയ്ത് ബ്രഷ് ടൂൾ എടുത്ത് നമ്മളെ ഫിഷ് ഇരിക്കുന്ന സ്ഥലം ഒന്ന് റൈസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആ പോർഷൻസ് എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൽ ഒരു പിക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഫിഷ് അകത്താണെന്ന് അറിയിക്കാനാണ്, അതിനൊരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, നമുക്ക് ഒരു പോർഷനിൽ കൊണ്ടുവന്ന് വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഒപ്പാസിറ്റി ഒന്ന് കൂട്ടിയിട്ട് കൊടുത്ത് ശകലം കൂട്ടിയിട്ടാൽ മതി. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ വ്യൂവേഴ്സിൽ പോയി അതൊന്ന് എറേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ആ ഫിഷിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ബ്രൈറ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ആ സൈഡൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് അതിൻ്റെ ലെവലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫോട്ടോ ലൈറ്റ് റൂമിലേക്ക് മാറ്റാൻ പോവുകയാണ്. ലൈറ്റ് റൂമിലിട്ടാണ് ബാക്കി എഡിറ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ, അതിനായിട്ട് നമ്മൾ ഈ ഫോട്ടോ ഒന്ന് സേവ് ചെയ്തെടുക്കണം. സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൈറ്റ് റൂം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് റൂമിൽ നമ്മൾ പിക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പിക്ക്. ഇനി സൈഡിൽ കുറേ ഓപ്ഷൻ കിടക്കണതാണ്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിൽ കോൺട്രാസ്റ്റ് ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ടാൽ മതി. ഹൈലൈറ്റ്സ് ഒന്ന് കുറച്ച്, ഷാഡോ ഒന്ന് കുറച്ച് കൊടുക്കുക, വൈറ്റ് ബ്ലാക്ക് ഒന്ന് കുറച്ച് കൊടുക്കുക. അതിൽ മിക്സ് എന്ന ഓപ്ഷൻ എടുക്കുക. നമുക്ക് ആ കളേഴ്സൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു ഓപ്ഷൻ എടുക്കുക. അതിൽ നമ്മൾ ക്ലാരിറ്റിയൊക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടിയാണ്. ടെസ്റ്ററൊക്കെ ഒന്ന് കൂട്ടിയിട്ട് കൊടുത്ത് ക്ലാരിറ്റി ഒന്ന് കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഫോട്ടോ ഒന്ന് സേവ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പിക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക.